ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എത്ര നിറയും കുറഞ്ഞവരായാലും ഒറ്റ യൂസ് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. ഇതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം എഫക്റ്റീവായിട്ടുള്ള ഫേസ് പാക്ക് ആയിരിക്കും എന്നുള്ളത്. ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒറ്റ യൂസ് തന്നെ നല്ല നിറം വെക്കാൻ സഹായിക്കുന്നതും, എന്നാൽ ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം കണ്ടിന്യൂസ് ഒരു മാസം ചെയ്യുകയാണെങ്കിൽ പെർമനൻ്റ് ആയിട്ട് സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഒരു പാക്കാണിത്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം കോഫി പൗഡറാണ്. കോഫി പൗഡർ ഏത് കോഫി പൗഡർ എടുക്കേണ്ടതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നെസ്കാഫിൻ്റെ കോഫി പൗഡറാണ് എടുത്തത്. നിങ്ങളുടെ അടുത്ത് ഉള്ള കോഫി പൗഡർ ഏതാണോ അത് ഏതാണെന്ന് വെച്ചാൽ അത് 1 ടേബിൾ സ്പൂൺ എടുക്കുക. ഇന്ന കോഫി പൗഡർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടിയും ഏത് അരിപ്പൊടിയാണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. സാധാരണ പച്ചരിപ്പൊടിയാണ്. വറുക്കാത്ത പച്ചരിപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പുട്ടിൻ്റെ പൊടി എടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ പുട്ടിൻ്റെ പൊടി എടുക്കുന്ന നേരം അത് നന്നായിട്ട് നമ്മുടെ മുഖത്തേക്ക് സ്ക്രബ് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം എല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്കത് നല്ലതല്ല. അതുകൊണ്ടാണ് ഞാൻ പുട്ടിൻ്റെ പൊടി എടുക്കാത്തത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഹണിയാണ്. ഹണി നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ അതും കൂടി ആഡ് ചെയ്താലാണ് ഞാൻ ഈ പറഞ്ഞ പോലത്തെ റിസൾട്ട് കിട്ടുള്ളൂ. ഇനി നിങ്ങളുടെ അടുത്ത് അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നല്ലോണം സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ഹണി എന്ന് പറയുന്നത്. നമ്മൾ ഈ അരിപ്പൊടി ഇടുന്നത് കൊണ്ട് തന്നെ മുഖം ഈ ഡ്രൈ സ്കിന്നുള്ളവർക്കെല്ലാം ഒന്നും കൂടി അത് ഡ്രൈ ആക്കും. അപ്പോൾ അത് അങ്ങനെയുള്ളവരെല്ലാം ഹണി യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഡ്രൈ സ്കിന്നുകാർ പ്രത്യേകം ഹണി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഹണി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് റോസ് വാട്ടറാണ്. റോസ് വാട്ടറിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പാക്ക് നമ്മുടെ മുഖത്തേക്ക് നല്ല കോട്ടായിട്ട് നിൽക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിന് ആവശ്യത്തിനുള്ള റോസ് വാട്ടർ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ആയി കിട്ടണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്തിരിക്കുന്ന കോഫി പൗഡർ കുറച്ച് തരിതരിപ്പുള്ള കോഫി പൗഡറാണ്. അതുകൊണ്ട് തന്നെ അത് ഒന്ന് നന്നായിട്ട് മിക്സ് ആയി കിട്ടാനുണ്ട്. നിങ്ങളുടെ അടുത്ത് സാധാരണ നല്ല പൊടിയായിട്ടുള്ള കോഫി പൗഡർ ഉള്ളതെങ്കിൽ എങ്ങനെയായാലും നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ റോസ് വാട്ടറിൻ്റെ അളവ് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളത് ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിക്ക് നമ്മൾ റോസ് വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് അതിനൊന്ന് കലക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഏകദേശം കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുണ്ടല്ലോ നിങ്ങളുടെ കഴുത്തിൽ, അതേപോലെ തന്നെ കൈകളിൽ, കാലുകളിൽ, മുഖത്ത് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പാക്ക് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതെൻ്റെ കയ്യിലേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. എവിടെയാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഭാഗം നമ്മൾ ആദ്യം നന്നായിട്ടൊരു സോപ്പ് ഉപയോഗിച്ചിട്ടോ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ കഴുകിയെടുത്ത് തുടച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഈ പാക്ക് എന്നില്ല, ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഏത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും അറ്റ്ലീസ്റ്റ് ഒരു 2 മിനിറ്റ് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് വേണം തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്ന സമയത്തും വെള്ളം ഇട്ട് അടിച്ചിട്ട് അപ്പാടങ്ങ് കഴുകിക്കളയാൻ പാടില്ല. ആ സമയത്ത് നമ്മൾ മസാജ് ചെയ്ത് വേണം നമ്മുടെ ഫേസിൽ നിന്ന് അത് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ റിമൂവ് ചെയ്തെടുത്താൽ തന്നെ നമ്മൾ ഒരിക്കലും ഒരു സോപ്പോ ഫേസ് വാഷോ ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാനും പാടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് അങ്ങ് പോയി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫേസ് പാക്കെല്ലാം ഇട്ട് റിമൂവ് ചെയ്തെടുത്താൽ അറ്റ്ലീസ്റ്റ് ഒരു 5-6 മണിക്കൂറെങ്കിലും നമ്മളിങ്ങനെയുള്ള സോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നന്നായി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ ആയതിന് ശേഷം സാധാരണ വെള്ളത്തിൽ നമ്മളിത് കഴുകിക്കളയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴുകിക്കളയുന്ന സമയത്ത് നമ്മളൊന്ന് മസാജ് ചെയ്ത് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഞാൻ പറഞ്ഞ പോലത്തെ റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഇതിൽ അരിപ്പൊടിയും കോഫി പൗഡറെല്ലാം ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ക്രബ് പോലെ ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അമർത്തി മസാജ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. സോഫ്റ്റായിട്ട് മാത്രമേ മസാജ് ചെയ്യാൻ പാടുള്ളൂ. ഈ പിമ്പിൾസ് എല്ലാം സ്കിന്നുള്ളവരാണെങ്കിൽ അവർ വളരെ പതുക്കെ മാത്രമേ അവരുടെ മുഖത്ത് എന്ത് അപ്ലൈ ചെയ്യാനും റിമൂവ് ചെയ്യാനും ഒക്കെ പാടുള്ളൂ. അതുപോലെ തന്നെ അവർ പാച്ച് ടെസ്റ്റ് എല്ലാം ചെയ്തിട്ട് വേണം അവരുടെ മുഖത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത്. സ്കിന്ന് സോഫ്റ്റ് ആവാനും നിറം വരാനും അതുപോലെ തന്നെ കറുത്ത പാട്, കരിവാളിപ്പ് എല്ലാം മാറാനും സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പെർമനൻറ്റ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം മാത്രം കമൻറ്റ് അറിയിക്കുക.
റിസൾട്ട് കിട്ടിയാലും ഇല്ലെങ്കിലെല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് സ്യൂറ്റബിൾ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒരു കൈ, നല്ല കളറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കാണുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.